മഴത്തോരും മുമ്പേല് ഹലീനയുടെ മുൻപിൽ പൊട്ടിക്കരയുകയാണ് പ്രേക്ഷകരെ നമ്മുടെ ബാലചന്ദ്രൻ. അതായത് ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ യാത്രയാക്കുന്നത് നിറകണ്ണുകളോടെയാണെന്ന് കാണാം. അതായത് അലീനയെ ഒരു രാജകുമാരിയെപ്പോലെ തയ്യാറാക്കുകയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ചത് നിന്നെ ഇങ്ങനെ തന്നെ വിടാനാണ്, പക്ഷേ ഈ ഒരു സന്ദർഭത്തിലേക്കല്ല, മനുവിൻ്റെ കൈപിടിച്ച് വിടാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറയുകയാണ് അലീനയുടെ അടുത്ത്. ഇതേ സമയം ഈ അവസ്ഥയിലും അച്ഛൻ ഒരുപാട് സങ്കടമുണ്ടെന്ന് പറയുകയാണ്. ഇതേ സമയം അച്ഛൻ സങ്കടപ്പെടേണ്ട, കരയേണ്ട, എന്തായാലും താൻ അച്ഛനെയും കുടുംബത്തെയും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയൊന്നുമില്ല. അവിടെ പോയാലും എൻ്റെ ഒരു ശ്രദ്ധ, എൻ്റെ ഒരു ചിന്ത ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നീയായിരുന്നില്ലേടി എൻ്റെ ധൈര്യം, നീയായിരുന്നില്ലേ എൻ്റെ ഊന്നുവടി, ഇപ്പോൾ നീ പോവുകയല്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ നിയന്ത്രണം ഇപ്പോൾ എല്ലാം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അച്ഛന് എപ്പോഴും ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. എൻ്റെ അച്ഛൻ്റെ ഒരു ഫോൺ കോളിനായി ഞാൻ കാത്തിരിക്കുകയായിരിക്കും. എന്നെ അച്ഛൻ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന് പറയുന്നു. ഇതേ സമയം അച്ഛൻ്റെ ഫോൺ വന്നാൽ ഉടനെ തന്നെ ഞാൻ ഇവിടേക്ക് വരുന്നതായിരിക്കുമെന്ന് കൂടി അലീന കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ അലീനയെയും കൊണ്ട് കാറിൽ പോവുകയാണ്. അപ്പോഴൊന്നും ബാലേന്ദ്രൻ പൊട്ടിക്കരയുന്നില്ല. കാറിൽ പോയി കഴിയുമ്പോൾ എത്താറാവുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ പോകുന്നത് ഞാൻ അത്ര സമ്മതിച്ചിട്ടൊന്നുമില്ല, എനിക്ക് നിന്നെ വിട്ടുകളയാനായിട്ട് തോന്നുന്നുമില്ല മോളെ, പിന്നെ നിൻ്റെ ആഗ്രഹവും നിൻ്റെ ഇഷ്ടവും അത് സാധിച്ചു തരികയാണല്ലോ ഈ അച്ഛൻ്റെ കടമ എന്ന് കരുതി മാത്രമാണ് ഞാൻ നിന്നെ പോവാനായിട്ട് അനുവദിക്കുന്നത് എന്ന് പറയുന്നു. ഇതേ സമയം എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലൊരു അച്ഛനെയാണ്. എനിക്ക് ഈ അച്ഛൻ്റെ മകളായി ജീവിക്കണമെന്ന് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹവും അതിയായ അത്യാഗ്രഹവും എന്ന് അലീന പറയുകയാണ്. പക്ഷേ അമ്മ തന്നെ മനസ്സിലാക്കിയില്ല, തന്നെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ താൻ എന്ത് ചെയ്യാണ്, പോയേ മതിയാവുകയുള്ളൂ. അച്ഛനും അമ്മയും സഹോദരങ്ങളും സന്തോഷത്തോടെ ജീവിക്കാൻ താൻ അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ എന്ത് സന്തോഷം, ഒരു സന്തോഷവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. വൈജയന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് പൊട്ടിത്തെറികൾ, സങ്കടങ്ങളും മാത്രമായിരിക്കുമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്, ചിന്തിക്കരുതെന്ന് അലീന പറയുമ്പോൾ, മോളെ നീയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതുവരെ ശാന്തനായത്, ഇനി ഒരിക്കലും എന്നെ അതിന് കിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അവളുടെ അഹങ്കാരത്തിന് ഞാൻ അറുതി വരുത്തുമെന്ന് ബാലേന്ദ്രൻ അലീനയ്ക്ക് മുൻപിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതേസമയം ബാലേന്ദ്രനും ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. നീ പോകുന്ന വിഷമം എനിക്ക് സങ്കല്പിക്കാൻ പോലും മനസ്സിൽ ഉൾക്കൊള്ളാനായിട്ടും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ് അലീന എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ.